നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയും നമ്മൾ കഴിഞ്ഞ 2 ഖുതുബകളിലായിട്ട് ഒരു സഹാബിക്ക് പ്രവാചകൻ നൽകിയ 7 ഉപദേശങ്ങൾ, ബറാ റളിയല്ലാഹു അൻഹുവിന് നൽകിയ 7 ഉപദേശം. അതിൽ ഒന്നാമത്തത് ജനാസയെ അനുഗമിക്കുക, മരണാനന്തര കർമ്മങ്ങളിൽ ഏർപ്പെടുക. അതിന് 2 ഖിറാത്ത്, ഖബറടക്കുന്നത് വരെ ഒരു ജനാസയിൽ പങ്കെടുത്താൽ 2 വലിയ പർവ്വത സമാനമായ അത്രയും പ്രതിഫലം ലഭിക്കും. അതിൽ പങ്കെടുക്കണം എന്നതായിരുന്നു പ്രവാചകൻ ഉപദേശം. രണ്ടാമത്തത് വഇയാദത്തുൽ മരീദ്, രോഗികളായ ആളുകളെ സന്ദർശിക്കണം. അതിൽ ധാരാളം പുണ്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത്തതായിട്ട് പ്രവാചകൻ സഹാബിക്ക് നൽകിയ ഉപദേശം, 7 ഉപദേശങ്ങളിൽ മൂന്നാമത്തത് വഇജാബത്തി ദാഇ, ക്ഷണിക്കുന്നവന് ഉത്തരം നൽകൽ എന്നതാണ്. നിന്നെ ക്ഷണിച്ച ആളുകൾക്ക് നീ എന്ത് ചെയ്യണം? ഇജാബത്ത് നൽകണം, അവർക്ക് ആ ക്ഷണം സ്വീകരിക്കണം എന്നതാണ്. ഇപ്പൊ മുസ്ലിങ്ങൾ തമ്മിലുള്ള 6 കടമകൾ പറഞ്ഞ ഹദീസിലും ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, മുസ്ലിങ്ങൾ തമ്മിലുള്ള 6 കടമകൾ പറയുന്നിടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒന്ന് പറഞ്ഞത് വൈദാ ദഅാക, നിന്നെ ഒരാൾ ക്ഷണിച്ചാൽ ഫാജിബുഹു, നീ അവന് ഉത്തരം നൽകുക എന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും ക്ഷണം സ്വീകരിക്കുക എന്നത് അത് വളരെ അനിവാര്യമായ കാര്യമാണ്. ഇദാ ദുഇയ അഹദുക്കും ഇലാ ത്വആമിൻ ഫൽയുജിബ്, നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷണത്തിന് ക്ഷണിക്കപ്പെട്ടാൽ അവൻ ഉത്തരം ചെയ്യട്ടെ. ഫഇൻ ശാഅ ത്വഇമ വഇൻ ശാഅ തറക, അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഭക്ഷിക്കുകയോ ഒഴിവാക്കുകയോ അവന് ചെയ്യാം. ആ ക്ഷണത്തിന് അവൻ ഉത്തരം നൽകണം. നോമ്പുകാരനാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആ ക്ഷണം നല്ല നിലക്ക് സ്വീകരിക്കുകയും ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. അത് നിർബന്ധ നോമ്പാണെങ്കിൽ ഒരു നിലക്കും അതിന് ഭക്ഷണം കഴിക്കാൻ അനുവാദമില്ല. എന്നാൽ നമുക്ക് സുന്നത്താണെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് ചെയ്യാം എന്നുള്ളതാണ് പണ്ഡിതന്മാർ അതിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ തന്നെ സമ്പന്നരുടെ മുന്തിയ ഇനം ഭക്ഷണങ്ങൾ ലഭിക്കുന്നതായ വിരുന്നുകൾ മാത്രമല്ല, മറിച്ച് പാവപ്പെട്ടവരുടെ ക്ഷണവും സ്വീകരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരുടെ ക്ഷണവും പ്രവാചകൻ സ്വീകരിച്ചിരുന്നു. ആ മുസ്ലിമീങ്ങളുടെ ക്ഷണം പോലും ഒരു ജൂത സ്ത്രീയുടെ ക്ഷണിച്ച് അതിഥിയായി പ്രവാചകൻ പോയി അവിടെയാണ് വഞ്ചിക്കപ്പെട്ട ഒരു സംഭവം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. പ്രവാചകന്റെ പ്രയോഗം ഇതാണ്, ലൗ ദുഈത ഇലാ ഖുറാഇൻ ല അജബ്തു, അതായത് കുറക്, മൃഗത്തിന്റെ കണങ്കാൽ ഭാഗത്തെ എല്ലോട് ചേർന്ന ഇറച്ചി കഴിക്കാനാണ് ഞാൻ ക്ഷണിക്കപ്പെട്ടതെങ്കിൽ ഞാൻ അതിന് ഉത്തരം ചെയ്യും. വലൗ ഉഹ്ദിയ ഇലയ്യ ദിറാഉൻ ലഖബിൽതു, മൃഗത്തിന്റെ കൈമുട്ടെല്ലാണ് സമ്മാനമായി എനിക്കൊരാൾ തന്നതെങ്കിലും ഞാനത് സ്വീകരിക്കും. പ്രവാചകന്റെ വാക്കുകളാണ്, ഇമാം ബുഖാരിയുടെ ഹദീസാണ്. എത്ര ചെറുതാണെങ്കിലും ആ ക്ഷണത്തെ സ്വീകരിക്കുക എന്നത് പ്രവാചകന്റെ മാതൃകയാണ്. അതേപോലെ നിസ്സാര കാരണങ്ങൾ ക്ഷണം നിരസിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ മൻ തറക അദ്ദഅവത ഫഖദ് അസല്ലാഹു വറസൂലുഹു, ആരെങ്കിലും ക്ഷണം നിരസിച്ചാൽ അവൻ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചവനായി എന്ന് സ്വഹീൽ ബുഖാരിയിലെ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ക്ഷണം സ്വീകരിക്കുക എന്നത് വാജിബാണ് എന്നാണ്, നിർബന്ധമാണ് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ അനിവാര്യ ഘട്ടങ്ങളിൽ വ്യക്തമായ കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് ക്ഷണം എന്ത് ചെയ്യാം? തിരസ്കരിക്കാം, ക്ഷണം സ്വീകരിക്കാതിരിക്കാം. അതിന് ചില കാരണങ്ങൾ വേണം, നിബന്ധനകൾ. ക്ഷണിതാവ് ബഹിഷ്കരണം നിർബന്ധമോ മറ്റോ ആയ വ്യക്തിയാണെങ്കിൽ, അത് അറിയപ്പെടുന്ന തെമ്മാടിയോ തിന്മയിലേക്ക് ക്ഷണിക്കുന്നവനോ തുടങ്ങിയ സഹവാസം പാടില്ലാത്ത വ്യക്തിയോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? അത്തരം നിലപാടുകൾ സ്വീകരിക്കാം. ക്ഷണിക്കപ്പെടുന്ന സ്ഥലത്ത് തിന്മകൾ ഉണ്ടാവാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ക്ഷണിക്കപ്പെട്ട സ്ഥലത്ത് അവിടെ തിന്മകൾ, അത്തരം ആഭാസങ്ങൾ നടക്കുകയാണെങ്കിൽ ആ ക്ഷണം എന്ത് ചെയ്യാം? നമുക്ക് തിരസ്കരിക്കാം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇത്തരം തോന്നിവാസങ്ങളൊക്കെ നിറഞ്ഞ അതേപോലെയുള്ള ഹറാമുകൾ നിറഞ്ഞാടുന്ന വിരുന്നുകളാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കത് ഒഴിവാക്കാവുന്നതാണ്. കാരണം ഇസ്ലാം പ്രകടമായി ഹറാം എന്ന് പഠിപ്പിച്ചൊരു കാര്യം അവിടെ ഉണ്ടെങ്കിൽ അത്തരം ക്ഷണങ്ങൾ തിരസ്കരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ക്ഷണിതാവിന്റെ സമ്പാദ്യം അത് പ്രകടമായും നമുക്ക് വ്യക്തമാണ് അത് ഹറാമായതാണ് എന്നുള്ളതാണെങ്കിൽ നമ്മൾ അത്തരം ഹറാമായ സമ്പാദ്യം തിന്നേണ്ടി വരും
എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അദ്ദേഹം പൂർണ്ണമായും പലിശയുമായി ഇടപെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ നിഷിദ്ധമായ സമ്പാദ്യത്തെ നമ്മൾ അംഗീകരിക്കാതിരിക്കാനും അതിന് പ്രോത്സാഹനമേകാതിരിക്കാനും ആ ക്ഷണം തിരസ്കരിക്കാമെന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വിരുന്നിൽ പങ്കെടുക്കുക വഴി ഒരു നിർബന്ധമായ കാര്യത്തിൽ വീഴ്ച വരും. അതല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം നമുക്ക് ഒരുപക്ഷെ മാതാപിതാക്കളെ അവരുടെ അടുത്തു തന്നെ ഉണ്ടാകേണ്ട സാഹചര്യം, അതുപോലെയുള്ള അനിവാര്യമായ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം, അത്തരം ഉദറുകൾ അയാളോട് പറഞ്ഞെന്ത് ചെയ്യാം, നമുക്കതിന്റെ അനുവാദങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. എനിക്ക് നിങ്ങൾ ക്ഷണിച്ച ഈ സമയത്ത് ഇന്ന പ്രയാസങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അള്ളാഹുവെ പൂർണ്ണമായും വിസ്മരിക്കുന്ന സദസ്സുകൾ, അവിടെയും അത്തരം തിരസ്കരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ക്ഷണിതാവ് ആതിഥേയർ പാലിക്കേണ്ട മര്യാദയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ, നല്ലവരെ മാത്രം ക്ഷണിക്കുക, തെമ്മാടികളെയും തിന്മയുടെ ആളുകളെയും ക്ഷണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിനൻ വലാ യഅകുൽ തആമക ഇല്ലാ തഖിയുൻ. വിശ്വാസിയോടൊപ്പം അല്ലാതെ നീ കൂട്ടുകൂടരുത്, പുണ്യവാന്മാരല്ലാതെ നിന്റെ ഭക്ഷണം കഴിക്കരുത് എന്ന ഹദീസ്. അതായത് അത്തരം ആത്മബന്ധങ്ങൾ വിശ്വാസികളുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാവേണ്ടത്. അതേപോലെ രണ്ടാമത്തത്, സമ്പന്നരെ മാത്രം ക്ഷണിക്കുകയും ദരിദ്രരെ ഒഴിവാക്കുകയും ചെയ്യുന്ന വിരുന്നുകൾ, VIP-കളെ മാത്രം ക്ഷണിക്കുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത പേര് കാന യഖൂലു ശർറു തുആമി തുആമുൽ വലീമത്തി യുദ്ആ ലഹുൽ അഗ്നിയ. ഭക്ഷണങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം ഏതാണ്? അത് സമ്പന്നരെ മാത്രം ക്ഷണിച്ച് വയുത്രക്കുൽ ഫുഖറ, ദരിദ്രരെ ഒഴിവാക്കിയ വിരുന്നുകളാണ് ഏറ്റവും മോശപ്പെട്ട വിരുന്നുകൾ. സമ്പന്നരെ മാത്രം പ്രയോറിറ്റി കൊടുക്കുകയും ഫഖീറുമാരെ ഒഴിവാക്കുകയും ചെയ്യപ്പെടുന്ന വിരുന്നിനെ വലീമയെ പറ്റി പ്രവാചകൻ പറഞ്ഞത് ശർറു തുആം, ഏറ്റവും മോശമായ ഭക്ഷണമാണ് എന്നുള്ളതാണ്. അതേപോലെ ഒരിക്കലും നമ്മുടെ വിരുന്നുകൾ പൊങ്ങച്ചവും അഹങ്കാരവും പ്രകടമാകാൻ വേണ്ടി ആവരുത് എന്നുള്ളതാണ്. വിരുന്നിന്റെ ലക്ഷ്യം എന്താണ്? അത് സൗഹൃദങ്ങൾ പങ്കിടാൻ, കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പ്രവാചകന്റെ ഒരു സുന്നത്താണ്. അതിലെ പുണ്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഈ വലീമകൾ, വിരുന്നുകൾ ഒരുക്കപ്പെടേണ്ടത്. ഒരിക്കലും നമ്മുടെ പൊങ്ങച്ചം കാണിക്കാൻ, വിരുന്നുകാരന് മുന്നിൽ കൃത്രിമത്വം കാണിക്കാനുള്ളതല്ല. ഞാൻ വലിയ സമ്പന്നനാണ്, അതല്ലെങ്കിൽ ഇന്ന വിഭവങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ന രൂപത്തിൽ ആളുകൾക്കിടയിൽ മേൽക്കോയ്മ നേടാൻ വേണ്ടിയല്ല ഇത്തരം വിരുന്നുകൾ ഒരുക്കപ്പെടേണ്ടത്. അതേപോലെ വിരുന്നുകാരനോട്, ഗസ്റ്റായി നമ്മുടെ വീട്ടുകളിലേക്ക് നമ്മൾ ക്ഷണിച്ച് നമ്മുടെ വീടുകളിലേക്കോ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്കോ വരുന്ന വ്യക്തിയോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുക എന്നത് ആതിഥേയന്റെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ പ്രവർത്തനം കൊണ്ട് വിരുന്നുകാരന് സന്തോഷം മാത്രമാണ് ലഭിക്കേണ്ടത്. അയാൾ നമ്മുടെ വിരുന്നിലേക്ക് വന്ന്, വീട്ടിലേക്ക് വന്ന്, അല്ലെങ്കിൽ നമ്മൾ വെച്ച ഒരു ഹാളിലേക്ക് വന്ന് അവിടുന്ന് അദ്ദേഹം പോകുന്നത് വരെ അദ്ദേഹത്തിന് സംതൃപ്തി ആയി എന്ന് ഉറപ്പിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും അത്തരം കാര്യങ്ങളും ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അതിഥിയുടെ അവസ്ഥകൾ പരിഗണിച്ച് എന്ത് ചെയ്യാം, ഭക്ഷണം പരമാവധി വേഗത്തിലാക്കുകയും ആ വിഭവത്തിന്റെ വിഷയത്തിൽ അതിഥിയെ പരിഗണിക്കലും ഒക്കെ എന്ത് ചെയ്യാം, ആകാവുന്നതാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതിഥി തിരിച്ചു പോകുമ്പോൾ പറ്റുമെങ്കിൽ അയാൾ എന്ത് ചെയ്യാം, അദ്ദേഹത്തെ വാതിൽ വരെ നമ്മൾ കൊണ്ടുവിടുക എന്നതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ആതിഥ്യ മര്യാദകളാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരാളുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കപ്പെട്ടു, അവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചു, കല്യാണങ്ങൾക്കും അതേപോലെ ഹൗസ് വാമിങ്ങൾക്കും അല്ലെങ്കിൽ അത്തരം വലീമകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പോയി അയാളുടെ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോരുമ്പോൾ നമ്മൾ വീട്ടുകാരന് കൊടുക്കേണ്ട ഒരു ബാധ്യത എന്താണ്? അത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. നമ്മൾ എത്ര വലീമകൾക്ക്, എത്ര ഇത്തരം വിരുന്നുകൾക്ക് നമ്മൾ പോയിട്ടുണ്ട്, നമ്മൾ ആ വീട്ടുകാരന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ഹദീസിൽ വന്ന 2 പ്രാർത്ഥനകൾ, അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി, അല്ലാഹുവേ എന്നെ ഭക്ഷിപ്പിച്ചയാളെ നീയും ഭക്ഷിപ്പിക്കണമേ എന്നാണ്. വസ്തി മൻ സഖാനി, അല്ലാഹുവേ എന്നെ പാനീയം കുടിപ്പിച്ച ആളെ നീയും പാനീയം കുടിപ്പിക്കണമേ. ഇതാണ് ഒരു ദുആ. മറ്റൊരു പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ബാരിക് ലഹും, അല്ലാഹുവേ അദ്ദേഹത്തിന് ബറക്കത്ത് ചൊരിയണമേ. ഫീമാ റസഖ്തഹും, അദ്ദേഹത്തിന്റെ റിസ്ഖിൽ അല്ലാഹുവേ നീ ബറക്കത്ത് കൊടുക്കണേ. വഗ്ഫിർ ലഹും വർഹംഹും, അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ, റഹ്മത്ത് ചെയ്യണേ. ഇതാർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾ ഒരാളുടെ ഭക്ഷണം കഴിച്ച് തിരിച്ചു മടങ്ങുമ്പോൾ നമ്മൾ ആ വീട്ടുകാരന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും,
അള്ളാഹുവെ അദ്ദേഹത്തിന്റെ റിസ്ഖിൽ നീ ബർക്കത്ത് കൊടുക്കണേ, അള്ളാഹുവെ അദ്ദേഹത്തിന് നീ പാപം പുറത്തു കൊടുക്കുകയും റഹ്മത്ത് ചെയ്യുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന പ്രാർത്ഥന. ഇതാണ് മൂന്നാമത്തെ ഉപദേശം. അതായത് ഒരാൾ നമ്മളെ ക്ഷണിച്ചാൽ ആ ക്ഷണത്തിന് നമ്മൾ ഉത്തരം കൊടുക്കുക. ഇനി നാലാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ വന്ന നാലാമത്തെ ഉപദേശം എന്താണ്? സ്വഹാബി പറയാണ്, വ നസ്റിൽ മദ്ലൂം, ആക്രമിക്കപ്പെടുന്നവനെ എന്ത് ചെയ്യണം? സഹായിക്കണം എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. നമുക്കറിയാം, സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം. അക്രമത്തെ ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ നിരുത്സാഹപ്പെടുത്തി ഏത് സമയത്തും അക്രമം എന്നത് അത് പാടില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ പറഞ്ഞു, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂം, നീ അക്രമിയെയും അക്രമിക്കപ്പെട്ടവനെയും നീ സഹായിക്കണം, നിന്റെ സഹോദരനെ നീ സഹായിക്കണം. അപ്പൊ സഹാബികൾ ചോദിച്ചു, ഫഖാല റജുലുൻ, ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അൻസുർഹു ഇദാ കാന മദ്ലൂമൻ, ആക്രമിക്കപ്പെട്ട ആളെ സഹായിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ അഫറൈത ഇദാ കാന ളാലിമൻ കൈഫ അൻസുർഹു, എങ്ങനെയാണ് ഈ ആക്രമിച്ച ആളെ എങ്ങനെയാണ് ഞങ്ങൾ സഹായിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹ്ജുസുഹു ഔ തംനഉഹു മിനൽ ദുൽം, അയാളെ എങ്ങനെയാ സഹായിക്കുക? അയാളെ അക്രമത്തിൽ നിന്ന് അയാളെ തടയുക എന്നതാണ് അയാൾക്കുള്ള സഹായം. അയാളെ കൈപിടിക്കുക, അയാളോട് അത് ചെയ്യരുത് എന്ന് പറയൽ അയാളെ സഹായിക്കലാണ്. അതേപോലെ തന്നെ അക്രമങ്ങൾ തടയണം, അയാളുടെ കൈക്ക് പിടിക്കണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരണം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ആക്രമിക്കുകയില്ല എന്നാണ്. അൽ മുസ്ലിം അഖുൽ മുസ്ലിം, മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു, അവനെ ആക്രമിക്കുകയോ വലാ യുസ്ലിമുഹു, അവനെ നാശത്തിലേക്ക് തള്ളിവിടുകയോ ചെയ്യുകയില്ല ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്. ഇനി മാത്രമല്ല, നമുക്ക് അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ ഇസ്ലാം എത്ര വലിയ പ്രാധാന്യമാണ് കൊടുത്തത്. ഒരാളുടെ, ഒരു സഹോദരന്റെ ആവശ്യത്തെ അതിൽ നമ്മൾ ഇടപെടുക, അത് പൂർത്തീകരിച്ചു കൊടുക്കുക. അതിൽ നമുക്കെന്താണ് ബെനിഫിറ്റ്? ദുനിയാവിൽ പ്രത്യേകിച്ച് ഒന്നും കാര്യങ്ങളൊന്നും കിട്ടാനില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതിന്റെ ഗുണങ്ങൾ എന്താണ്? അവന് കൂട്ടായി അള്ളാഹു ഉണ്ടാകുന്നതാണ്. വമൻ കാന ഫീ ഹാജത്തി അഖീഹി കാന അല്ലാഹു ഫീ ഹാജത്തിഹി, ആരെങ്കിലും സഹോദരന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതായാൽ അള്ളാഹു അവന്റെ ആവശ്യവും പൂർത്തീകരിച്ചു കൊടുക്കും. നമ്മൾ ഒരാളുടെ കഷ്ടപ്പാടുകൾ പരിഹരിക്കാൻ ഇറങ്ങി, ഈ ഇറങ്ങിയ ആളുടെ ആവശ്യങ്ങളിലേക്ക് അള്ളാഹു എന്ത് ചെയ്യും? ഒരു പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ആക്രമിക്കുകയല്ല, സഹോദരന്റെ പ്രയാസം നീക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, മൻ ഫറജ അൻ മുസ്ലിമിൻ ഖുർബത്തൻ ഫറജല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുർബാത്തി യൗമിൽ ഖിയാമ, മുസ്ലിമിന്റെ പ്രയാസം നീക്കിയാൽ അവന്റെ പരലോകത്തെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുന്നതാണ്. നമ്മൾ ഇവിടുന്ന് ഒരാളുടെ പ്രയാസം നീക്കി കൊടുത്താൽ നമുക്ക് പരലോകത്ത് നേരിടേണ്ടി വരുന്ന പ്രയാസം അല്ലാഹു ഏറ്റെടുക്കും, അത് നീക്കി തരുന്നതാണ്. അപ്പോ ഇഹലോകത്ത് ഒരാൾ ആക്രമിച്ചവൻ പരലോകത്ത് പ്രയാസപ്പെടും. അക്രമം എന്ന് പറഞ്ഞ നാവ് കൊണ്ട് അക്രമുണ്ട്, കൈ കൊണ്ട് അക്രമുണ്ട്, അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ പാപ്പരായവർ എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. ഖിയാമത്തു നാളിൽ പാപ്പരായി നാളെ പരലോകത്ത് വരുന്ന ആളുകൾ ആരാണ്? അവരെ കയ്യിൽ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്ത് ഉണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ അവർ പാപ്പരാണ്. എങ്ങനെയാണ്? അവരുടെ അമലുകളെല്ലാം ഹസനാത്തുകളെ ധൂളികളായി അള്ളാഹു പറത്തിക്കളയും. അതിന്റെ കാരണം എന്താ? അവൻ ഇന്ന ആളെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരാളെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ചീത്ത വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരാളെ പറ്റി അവൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വഅകല മാലഹാദ, ഒരാളുടെ സമ്പാദ്യം അന്യായമായി കൈക്കലാക്കിയിട്ടുണ്ട്. വസഫക ദമഹാദ, ഒരാളുടെ രക്തം ചിന്തിയിട്ടുണ്ട്. വലറബഹാദ, മറ്റൊരാളെ അടിച്ചിട്ടുണ്ട്. ഫയുഅത ഹാദാ മിൻ ഹസനാത്തിഹി വഹാദാ മിൻ ഹസനാത്തിഹി, അവന്റെ ഹസനാത്തുകൾ ഇയാൾക്ക് എടുത്തു കൊടുക്കുന്നതാണ്. എന്നിട്ട് അവനെ നരകത്തിലേക്ക് സുമ്മ തുരിഹ ഫിന്നാർ, നരകത്തിലേക്ക് വലിച്ചെറിയും. ആരാണ് ഇവൻ? കുറെ നന്മ ചെയ്ത ഒരാളാണ്, പക്ഷെ ഇവന്റെ കയ്യാലും നാവിനാലും മറ്റൊരാൾ ആക്രമിക്കപ്പെട്ടുവെങ്കിൽ ഇവന്റെ നന്മകളെല്ലാം അയാൾക്ക് എടുത്തു കൊടുക്കും. മാത്രല്ല, ഇവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഇനിയും ബാക്കിയാണെങ്കിൽ അവന്റെ തിന്മ ഇവന്റെ തലയിലേക്ക് വെച്ച് കെട്ടുന്നതാണ്. എന്നിട്ട് ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. എത്ര വലിയ അപകടകരമാണ് അവന് സംഭവിക്കുന്ന. ഏറ്റവും വലിയ പാപ്പർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇവരെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ അക്രമിയുടെ, ഇനി നമ്മൾ ഒരാളെ ആക്രമിച്ചാൽ, നമ്മുടെ നാവിനാലോ കയ്യിനാലോ ഒരാൾ ഇരയായാൽ അയാളെയാണ് മദ്ലൂം നമ്മൾ പറയുന്നത്, ആക്രമിക്കപ്പെട്ടവൻ. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾ ആക്രമിക്കപ്പെട്ടു,
അപ്പൊ അയാളെ ദുആ നമുക്ക് എതിരാവുന്നത് നമ്മൾ സൂക്ഷിക്കണം. കാരണം നബിയുടെ ഹദീസ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ മുആദൻ ഇലൽ യമൻ, യമനിലേക്ക് മുആദിനെ അയച്ചപ്പോൾ നബി പറഞ്ഞെന്താ? ഇത്തഖി ദഅവത്തിൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആയിനെ, പ്രാർത്ഥനയെ മുആദിനെ സൂക്ഷിക്കണം. കാരണം ആ ദുആയിന്റെ എഫക്റ്റ് എന്താണ്? ഫഇന്നഹാ ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, അവന്റെയും അള്ളാഹുവിനും ഇടയിൽ ഒരു മറയുമില്ല. അപ്പൊ നമ്മുടെ നാവിനാൽ ഒരാളുടെ മനസ്സ് നൊന്തു, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കാരണത്താൽ ഒരാളുടെ മനസ്സ് വേദനിച്ചു, അയാൾക്ക് അക്രമമേറ്റു, അയാളാണ് മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ, അയാൾ നമുക്കെതിരിൽ ഒരു ദുആ നടത്തിയാൽ അയാൾക്കും അള്ളാഹിനിടയിൽ ഒരു മറയുമില്ല എന്നാണ്, പെട്ടെന്ന് സ്വീകരിക്കപ്പെടുന്നുള്ളതാണ്. അതുകൊണ്ട് അത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ അഞ്ചാമത്തെ ഉപദേശം, നബി സഹാബിക്ക് നൽകിയ അഞ്ചാമത്തെ ഉപദേശം എന്താ? വ ഇബ്റാറിൽ ഖസം, സത്യം ചെയ്താൽ അത് കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ്. നമ്മൾ എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനൊക്കെ സത്യം ചെയ്യുക എന്നത് നല്ല ശീലമല്ല. വളരെ അത്യാവശ്യമായ കാര്യങ്ങൾക്കാണ് സത്യം ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ സത്യം ചെയ്തു പറഞ്ഞാൽ അത് നിർബന്ധമായും പാലിച്ചിരിക്കണം എന്നുള്ളതാണ്. അത് നിർബന്ധമായും പാലിച്ചിരിക്കണം. ഇനി അത് പാലിച്ചിട്ടില്ലെങ്കിൽ അയാൾ അതിന് ഫൈൻ ഈടാക്കും, അതിന് കഫാറത്ത് അയാൾ കൊടുക്കും. അത് നിർബന്ധമാണ്. അയാൾ അതിന് കഫാറത്ത് കൊടുക്കണം. എന്താണ് കഫാറത്ത്? 10 അഗതികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ 10 പേർക്ക് വസ്ത്രം നൽകുക. എന്തിനാണിത്? അയാൾ സത്യം ചെയ്തു പറഞ്ഞ് അത് ലംഘിച്ചു കളഞ്ഞാൽ അയാൾക്കുള്ള കഫാറത്താണ്, പ്രായശ്ചിത്തം. അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക. ഇവയിൽ ഏതെങ്കിലും ഒന്നാണ് പ്രായശ്ചിത്തമായി ചെയ്യേണ്ടത്. ഇനി ഇവയൊന്നും സാധ്യമാകുന്നില്ലെങ്കിൽ 3 ദിവസം തുടർച്ചയായി നോമ്പെടുക്കുക. സൂറത്തു മാഇദയിലെ 89 ഇതുണ്ട്. വകഫാറത്തുഹു ഇത്ആമു 10 മസാകീൻ മിൻ ഔസത്തി മാ തുതഇമൂന അഹ്ലീകും എന്ന് തുടങ്ങുന്ന ആയത്തിൽ ഈ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ലംഘിച്ചാലുള്ള കാര്യം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം എന്താണ്? സത്യം ചെയ്തു പറഞ്ഞാൽ അതെന്ത് ചെയ്യണം? പാലിക്കപ്പെടണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിക്കുന്നത്. ആറാമത്തെ കാര്യം വതശ്മീത്തിൽ ആതിഷ്, തുമ്മിയവന് മറുപടി പറയലാണ്. ഒരാൾ തുമ്മുകയും അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്താൽ അത് കേട്ട വ്യക്തി യർഹമുക്കല്ലാ എന്നെന്ത് ചെയ്യണം? പറയണം എന്നുള്ളതാണ്. മുസ്ലിമിനോടുള്ള 6 ബാധ്യതകളും നബി എണ്ണി എന്താണ്? വൈദ ആത്വസ, ഒരാൾ തുമ്മി, ഫഹമിദല്ലാ, എന്നിട്ട് അയാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, ഫശമ്മിതുഹു യർഹമുക്കല്ലാ എന്ന് അയാൾക്ക് വേണ്ടി റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞെങ്കിൽ മാത്രമാണ് യർഹമുക്കല്ലാ എന്ന് പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഇദാ അത്വസ അഹദുക്കും ഫഹമിദല്ലാഹു ഫശമ്മിതുഹു ഫഇല്ലം യഹ്മദില്ലാഹു ഫലാ തുശമ്മിതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഒരാൾ തുമ്മുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ, അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്താൽ നിങ്ങൾ മറുപടി പറയുക. ഇനി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞില്ലെങ്കിലോ നിങ്ങൾ മറുപടി പറയേണ്ടതില്ല. ഇതാണ് 6ാമത്തെ കാര്യം. 7ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ അവസാനത്തതായി ആ സഹാബിക്ക് നൽകുന്ന ഉപദേശം വറദ്ദ സലാം, സലാം മടക്കുക എന്ന കാര്യമാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിടയിൽ സ്നേഹബന്ധം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? നിങ്ങൾ പരസ്പരം അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാമിനെ വഅഫ്ശു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ നിങ്ങൾ എന്ത് ചെയ്യുക? വ്യാപിപ്പിക്കുക. അപ്പൊ ഒരാൾ സലാം പറഞ്ഞാൽ അയാൾക്ക് അധികം കൊടുക്കുക എന്നുള്ളതാണ്. ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു വറഹ്മത്തുള്ളാഹ്. ഇനി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാണെങ്കിൽ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് അയാൾ പറയുന്നതിനേക്കാൾ അധികം കൊടുക്കാൻ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. എന്താണ് സലാം എന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ, റഹ്മത്ത്, കാരുണ്യം ഉണ്ടാകട്ടെ, ബറക്കത്ത്, അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നൊക്കെയാണ് നമ്മൾ ആ അഭിവാദ്യ വാചകത്തിലൂടെ നമ്മൾ ഒരാൾക്ക് പ്രാർത്ഥിക്കണം. ഏത് സമയത്തും നമുക്കിത് പറയാം. കല്യാണ വീട്ടിലാണെങ്കിലും മരണ വീട്ടിലാണെങ്കിലും ഒക്കെ പറയാം. കാരണം ഇതൊരു ദുആയാണ്. സമാധാനത്തിനു വേണ്ടി, ഒരു സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ നമ്മളോട് സലാം പറഞ്ഞാൽ അയാളുടെ സലാമിന് മറുപടി നൽകുക, അയാൾക്ക് സലാം മടക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7ാമത്തെ ഉപദേശമായി ബറാ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരം ഉപദേശങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെതായ ഗൗരവത്തിലെടുക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ ഖുത്ബകളിലൊക്കെ രണ്ടാമത്തെ ഭാഗത്ത് നമസ്കാരം, വുളൂ, ഇത്തരം കാര്യങ്ങളിൽ ചെറിയ ചില കാര്യങ്ങൾ, നമ്മൾ അശ്രദ്ധമാകുന്ന ചില കാര്യങ്ങൾ, അതിലെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതിൽ നമ്മൾ വുളൂ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറഞ്ഞു വുളൂ ശരിയാകാത്ത ഒരാൾക്ക് അവൻ്റെ നമസ്കാരം പൂർണ്ണമാവുകയില്ല. അപ്പോൾ വുളൂ വളരെ തിരക്കിട്ട് വുളൂ എടുത്തു, അപ്പോൾ വുളൂ ശരിയായില്ല. അപ്പോൾ അയാളുടെ നമസ്കാരവും എന്ത് ചെയ്യാണ്? നമസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ അത് ബാധിക്കും. കാരണം വുളൂ ശരിയാകുമ്പോഴേ നമസ്കാരം സ്വീകാര്യമാകുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധയോടെ സമയമെടുത്ത് നമ്മൾ ചിലപ്പോൾ ജമാഅത്ത് തുടങ്ങി എന്നതോ അല്ലെങ്കിൽ തിരക്കിട്ട് ചെയ്യുന്നു എന്നതൊക്കെ നമ്മളെ ഇബാദത്തിന്റെ സ്വീകാര്യതയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ അവയവങ്ങൾ കൃത്യതയോടെ കഴുകുക എന്നത് ഏറ്റവും പ്രധാനം. നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ മക്കളൊക്കെ നമ്മൾ വുളു എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. പലപ്പോഴും എന്ത് ചെയ്യുന്നു? പൈപ്പ് തിരിച്ചിട്ട് വുളു പലതും പൂർണ്ണമല്ല, മുട്ടുൾപ്പെടെ എന്ത് ചെയ്യുന്നില്ല, അവർ കഴുകുന്നില്ല, അല്ലെങ്കിൽ മുഖം പൂർണ്ണമായി നനയുന്നില്ല. അപ്പോൾ വുളുവിന്റെ അവയവങ്ങൾ നമുക്കൊക്കെ, മുതിർന്നവർക്കും എല്ലാവർക്കും വരുന്ന ചില അബദ്ധങ്ങളാണ്. അപ്പോൾ വുളുവിന്റെ അവയവങ്ങൾ ഓരോന്നും കൃത്യതയോടെയും വളരെ സൂക്ഷ്മതയോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? അത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി വുളു കൃത്യമായി ചെയ്താൽ അതുവഴി നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. വുളു എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ചിന്തയാണ് ഉണ്ടാവേണ്ടത്. വുളു അള്ളാഹുവിനുള്ള ഒരു ഇബാദത്താണ്. മാത്രമല്ല അത് നിർവഹിക്കുന്നതിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്. ഹദീസ് എന്താണ്? സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. മൻ തവദ്ദഅ, ആരെങ്കിലും വുളു എടുത്തു, ഫഹ്സനൽ വുളുഅ, ആ വുളു ഏറ്റവും നന്നായിട്ട് വുളു നിർവഹിച്ചു, എന്നിട്ടോ ഖറജത്ത്, അയാൾ എന്ത് ചെയ്തു? അവൻ എന്ത് ചെയ്തു? അങ്ങനെ പുറപ്പെടുകയാണ്. വീട്ടിൽ നിന്ന് വുളു എടുക്കലാണ് നല്ലത്. അയാൾ എന്ത് ചെയ്തു? പള്ളിയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഖതായാഹു മിൻ ജസദിഹി ഹത്താ തഖ്റുജ മിൻ തഹ്തി അദ്ഫാരിഹി, അവന്റെ നഖത്തിന്റെ താഴെ നിന്നു വരെ ഓരോ അവയവങ്ങളിലൂടെയും അവന്റെ പാപങ്ങൾ പുറത്തു പോകുന്നതാണ്. കൃത്യമായി വുളു നന്നാക്കി നമസ്കാരത്തിനെത്തിയ വ്യക്തികൾ. അപ്പൊ നമ്മൾ വുളു തിരക്കിട്ടല്ല, ഓരോ അവയവവും കൃത്യമായി നനയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പൊ ഏറ്റവും നല്ല രൂപത്തിൽ വുളു നിർവഹിച്ച ശേഷം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറയാണ്, മൻ തവദ്ദഅ ഹാകദ, ഇതുപോലെ ആരെങ്കിലും വുളു ചെയ്ത ശേഷം സുമ്മ ഖറജ ഇലൽ മസ്ജിദ്, അപ്പൊ തന്നെ കിട്ടിയ എവിടുന്ന്? പ്രവാചകന്റെ സുന്നത്ത് എവിടുന്നാണ്? വീട്ടിൽ നിന്ന് വുളു എടുത്ത് പള്ളിയിലേക്ക്. എന്നാൽ പള്ളിയിൽ നിന്ന് വുളു എടുക്കൽ തെറ്റ് എന്നല്ല, മറിച്ച് ഏറ്റവും അഫ്ളലായത് ഒരാൾ വീട്ടിൽ നിന്ന് തന്നെ വുളു എടുത്ത് മസ്ജിദിലേക്ക് പുറപ്പെട്ടു. ലാ യൻഹസുഹു ഇല്ല സ്വലാത്തു ഗുഫിറ ലഹു മാ ഖലാ മിൻ ദംബിഹി, നബി പറയാണ്, നമസ്കാരം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അയാൾ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ, വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നിസ്കാരം ലക്ഷ്യം വെച്ചാണ്, ഒരു ജമാഅത്തിനെ ലക്ഷ്യം വെച്ചാണ് അയാൾ ഇറങ്ങിയത്, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അയാൾക്ക് പൊറുക്കപ്പെടുന്നതാണ്. ഈ രൂപത്തിൽ വുളു എടുത്ത് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങിയ വ്യക്തി, അയാൾക്ക് നമസ്കാരം മാത്രമാണ് അയാളുടെ ലക്ഷ്യം, അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. അതുകൊണ്ട് തന്നെ വുളു നിർവഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ശ്രദ്ധ നമ്മളിൽ ഉണ്ടാകണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അത് എങ്കിൽ മാത്രമേ നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടുകയുള്ളൂ എന്നുള്ളത്. അത് സൂക്ഷ്മതയോടെ ധൃതിയില്ലാതെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, വുളുവിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്താണെന്ത്? പല്ലു തേക്കുക എന്നത് ഏറ്റവും പുണ്യം നിറഞ്ഞ കാര്യമാണ്. എന്നാൽ അത് നിർബന്ധമാണോ? അല്ല. അത് എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കാതിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേക്കൽ പ്രത്യേകം സുന്നത്തുള്ള ധാരാളം സന്ദർഭങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില ഹദീസിൽ പ്രവാചകൻ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ വുളു ചെയ്യുമായിരുന്നു. എന്നിട്ടാണ് പ്രവാചകൻ തന്റെ അഹ്ലുകാരിലേക്ക് പോയിരുന്നത്. വീട്ടിൽ കയറിയ ഉടനെ പ്രവാചകൻ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ആദ്യം പല്ല് വൃത്തിയാക്കിയിട്ടായിരുന്നു പ്രവാചകൻ മറ്റു കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്ന് പ്രവാചകന്റെ ദിനചര്യയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് വുളുവിന്റെ തുടക്കം. എന്നാൽ അത് എന്തുകൊണ്ട് നിർബന്ധമാക്കിയില്ല? നമ്മൾ വുളുവിൽ കൈ കഴുകുന്നു, അതേപോലെ മുഖം കഴുകുന്നു, മൂക്കിലും വായിലൊക്കെ വെള്ളം കയറ്റി ചീറ്റുന്നു, ഇതൊക്കെ ചെയ്യുന്നു. പക്ഷെ അതിന്റെ ഒരു ഭാഗമായി വുളുവിനെ നിർബന്ധമാക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗല അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്, എന്റെ ഉമ്മത്തിന്, സമുദായത്തിന് പ്രയാസമാകില്ലായിരുന്നുവെങ്കിൽ ഓരോ വുളുവിനോടൊപ്പവും പല്ല് ശുദ്ധിയാക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു.
നമ്മളെ പ്രയാസം പരിഗണിച്ചിട്ടാണ് നിർബന്ധമാക്കാതിരുന്നത്. എന്നാൽ അപ്പൊ അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അത് അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ്. ആ ഒരു പ്രവൃത്തിയെ, പല്ലു തേക്കുക, മിസ്വാക്ക് ചെയ്യുക, ദന്തശുദ്ധീകരണം എന്ന കാര്യം ഒരു നിർബന്ധ ബുദ്ധിയോടെ ഗൗരവത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട കാര്യമാണ്. പല്ലു തേക്കൽ കൊണ്ട് പിന്നെ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കും എന്ന് ഹദീസിൽ കാണാം. ഒരു ഹദീസിലെ പ്രയോഗം ഇങ്ങനെയാണ്: അസ്സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫമി. ഒന്നാമത് സംഭവിക്കണം എന്താണ്? മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ പല്ല്, വായ ശുദ്ധീകരിക്കപ്പെടുകയാണ്. മർലാത്തുൽ ലിർ റബ്ബി, റബ്ബിങ്കൽ നിന്നുള്ള തൃപ്തിയും അവന് ലഭിക്കുന്നതാണ്. ഒരു തൃപ്തി ഈ മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ കിട്ടുന്നതാണ്. അപ്പൊ വായക്ക് ശുദ്ധിയാണ്, അള്ളാന്റെ തൃപ്തിയും അതിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇനി നമ്മൾ വുളുവിനോടൊപ്പം പല്ല് തേക്കൽ ഒരു പ്രത്യേക സുന്നത്തായ കാര്യമാണ്. എന്നാൽ അതില്ലെങ്കിലും വുളു ശരിയാകുന്നതാണ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ദന്തശുദ്ധീകരണം നമുക്ക് ബ്രഷ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ അറാക്ക്, മിസ്വാക്ക് ഉപയോഗിക്കാം. ഇനി ഇതൊന്നുമില്ല, നമ്മളൊരു പള്ളിയിൽ കയറി യാത്രയുടെ ഇടയിലാണ്, നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കൈ കൊണ്ടെങ്കിലും എന്ത് ചെയ്യാം? നമുക്ക് പല്ല് ശുദ്ധീകരിക്കാം. നമുക്ക് വുളുവിന്റെ മുമ്പായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ പല്ല് നന്നായിട്ട് എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കാവുന്നതാണ്. അപ്പൊ ഇതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അതിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താൻ. നമുക്കറിയാം, നമസ്കാരം എന്നത് അതിന്റെ ഓരോ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. നമസ്കാരത്തിന്റെ ഓരോ കൈഫിയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ രൂപവും നമുക്ക് പഠിപ്പിച്ചു തന്നു. മാത്രമല്ല, അതിന്റെ അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ വരെ ഒരു സമയത്തും നമുക്ക് ഇളവുകളില്ല. രോഗിയാണ്, അയാളുടെ സക്കറാത്തിലാണ്, അയാൾക്ക് ബോധമുണ്ട്, അവസാന സമയങ്ങളിലാണ്, അയാൾക്ക് ബോധവും ഓർമ്മയും ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? മനസ്സുകൊണ്ട് വരെ അയാൾക്ക് എന്ത് ചെയ്യാം? അത് നിർവഹിക്കാം. ആ രൂപത്തിൽ യുദ്ധസമയത്ത് വരെ 2 ടീമുകളായി തിരിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഒരു ടീം നമസ്കരിക്കുന്നു, ഒരു ടീം അവർക്ക് കാവൽ നിൽക്കുന്നു. എന്നിട്ട് ഈ ആദ്യത്തെ സംഘത്തിന്റെ നമസ്കാരം കഴിഞ്ഞാൽ ഇവർ കാവൽ നിൽക്കുന്നു, രണ്ടാമത്തെ സംഘം നമസ്കാരത്തിൽ ഏർപ്പെടുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് നമസ്കാരത്തിന് ഇളവുകൾ നൽകുമായിരുന്നെങ്കിൽ ആ ശത്രുക്കളുടെ ഭയം നിറഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് ഒരളവ് കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ 5 നേരത്തെ നമസ്കാരം നമ്മൾ എന്ത് ചെയ്യണം? അത് സമയബന്ധിതമായി നിർവഹിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കണം. പലപ്പോഴും ആളുകൾ സമയം തെറ്റി നിർവഹിക്കപ്പെടുന്നു. അസർ കഴിഞ്ഞ് മഗ്രിബിനോടടുക്കുമ്പോൾ അസർ, അല്ലെങ്കിൽ ലുഹർ കഴിഞ്ഞ് അസറോടടുക്കുമ്പോൾ നമ്മുടെ ലുഹർ, ബാങ്ക് കൊടുത്താൽ പിന്നെ നമ്മൾ ഏർപ്പാടെന്താണ്? മറ്റു കാര്യങ്ങളൊക്കെ അവിടെ താൽക്കാലികമായി നിർത്തിവെച്ച് നമ്മൾ നമസ്കാരം നിർവഹിച്ചു. കാരണം നമുക്ക് ഏറ്റവും ബാധ്യതയുള്ളത് നമ്മുടെ പടച്ച റഹ്മാനായ റബ്ബിനോടാണ്. ആ റബ്ബിനോടുള്ള ബാധ്യത, അത് കല്യാണ വീട്ടിലാണെങ്കിലും എത്ര വലിയ തിരക്കാണെങ്കിലും നമുക്ക് ആദ്യത്തെ ബാധ്യത നമ്മളെ പടപ്പുകളോടല്ല, മറിച്ച് അള്ളാഹിനോടുള്ള ആ അമാനത്ത് നിർവഹിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പിന്നെയാണ് പടപ്പുകളോടുള്ള ബാധ്യത ഉള്ളത്. അപ്പൊ അത് കൃത്യമായി സമയനിഷ്ഠമായി 5 വഖത്തുകൾ, 50 വഖത്തായിരുന്നു മിഅ്റാജ് യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമാക്കിയത്. മൂസാ അലൈഹി ഇസ്ലാമുമായി സംസാരിച്ചു, ചരിത്രം നമുക്കറിയാം, ഹദീസിൽ വന്നു. എന്നിട്ട് 5 ആക്കി, 50-നെ 5 ആക്കിയിട്ട് അള്ളാഹ് പറഞ്ഞെന്താണ്? 50-ന്റെ അതേ പ്രതിഫലം 5-നുണ്ട് എന്നാണ്. അള്ളാഹിന്റെ റഹ്മത്ത് നോക്കിയേ, 50-ന്റെ കൂലി കുറച്ചില്ല, പക്ഷെ സമയം 5 വഖത്താക്കി. ആ 5 വഖത്ത് വളരെ കൃത്യമായി ഖുശൂഓടുകൂടെ സമയബന്ധിതമായി നിർവഹിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ, ലൈഫ് തന്നെ ഒരു ഷെഡ്യൂളായി നമുക്ക് വരും. തിന്മകളിൽ നിന്നൊരു വലിയ പ്രൊട്ടക്ഷനായി അത് നമസ്കാരം മാറും. കാരണം പടച്ചോന്റെ മുമ്പിൽ ഒരു മുനാജാത്ത് നിർവഹിച്ച ഒരാൾക്ക് ളുഹറിന്റെ അസറിന്റെ ഇടയിൽ ഒരു ലഹരി ഉപയോഗിക്കാൻ, ഒരു മൊബൈൽ, ഒരു അനാവശ്യം കാണാൻ ഈ 5 ടൈമിന്റെ ഉള്ളിൽ അയാൾക്ക് കഴിയില്ല. കാരണം അയാൾ പടച്ചോനായിട്ട് ഒരു മുനാജാത്ത് 5 സമയങ്ങളിൽ നിർവഹിച്ച വ്യക്തിയാണ്. അയാൾക്ക് ഒരു ഹറാമിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏത് ആരാധനകളും ആർക്കു മുമ്പിൽ മാത്രമാണ്? പടച്ചവനായ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണ് നമ്മുടെ ആരാധനകളെല്ലാം അർപ്പിക്കേണ്ടത്. അത് നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, ഉംറയാകട്ടെ, ബലികർമ്മമാകട്ടെ, സത്യം ചെയ്യലുകളാകട്ടെ, വരമേൽപ്പിക്കലാകട്ടെ, നേർച്ച വഴിപാടുകളാകട്ടെ, എല്ലാം നമ്മളെ പടച്ചു പരിപാലിക്കുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മുടെ ദുആ കേൾക്കുന്ന റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ മാത്രമാണ് എല്ലാ ആരാധനകളും അർപ്പിക്കേണ്ടത്. ഈ തൗഹീദിൽ ബേസ് ആയിട്ടുള്ളവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുള്ളൂ. എന്നാൽ ഈ ഏകദൈവ ആരാധനയിൽ ഒരാൾക്ക് അബദ്ധം സംഭവിച്ചാലോ? അയാളുടെ പ്രതിസന്ധികൾ അല്ലാഹു അല്ലാത്ത ഒരാളുടെ മുമ്പിൽ സമർപ്പിച്ചു. രോഗം മാറ്റണേ, മക്കളെ തരണേ, അല്ലെങ്കിൽ ഇന്ന പ്രയാസങ്ങളുണ്ട്, സാമ്പത്തികമായ പ്രശ്നമാണ്. ആരോടാണ് പറയുന്നത്?
ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന വ്യക്തിയോടാണ്, അല്ലെങ്കിൽ മൺമറിഞ്ഞു പോയ ഖബറിലുണ്ടോ എന്ന് തന്നെ അറിയാത്ത ആളുകളോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് ശിർക്കാണ്, ബഹുദൈവ ആരാധനയാണ് എന്നാണ്. ഏകനായ റബ്ബ് ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു അഹദാണ്, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല, അവൻ അസ്വമദാണ്, അവൻ ആരുടെയും സന്തതിയായി ജനിച്ചവനല്ല, ആർക്കും ജന്മം നൽകിയിട്ടില്ല, അവനെ പോലെ ലോകത്ത് ഒരാളുമില്ല. ആ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ആരാധനകൾ, നമ്മുടെ പേടി, സ്നേഹം, നമ്മുടെ പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ എല്ലാം പടച്ചവനിൽ നിന്നു മാത്രം. അള്ളാഹ്ക്ക് കൊടുക്കേണ്ട എന്തെങ്കിലും ഒരംശം അല്ലല്ലാത്തൊരു പടപ്പിലേക്ക് പോയി, അത് എത്ര വലിയ ആളാണെങ്കിലും, അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ നരകത്ത് നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അതിന്റെ വിധി എന്താ? അവൻ ഇസ്ലാം എന്ന് പുറത്താണ്, കാരണം ഷിർക്കാണ്. ലോകത്ത് മനുഷ്യരെ ഏറ്റവും അഷ്റഫുൽ ഖൽഖ്, അമ്പിയാക്കളുടെ സയ്യിദ് പ്രവാചകനല്ലേ? ചോദിക്കുകയാണെങ്കിൽ പ്രവാചകനോടല്ലേ ചോദിക്കേണ്ടത്? ആ ചോദ്യം പോലും ഇസ്ലാമിൽ എന്താണ്? വിലക്കപ്പെട്ടതാണ്, ഷിർക്കാണ്, വൻപാപത്തിൽ ഒന്നാമത് എണ്ണിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മരിക്കുന്നത് വരെ തൗഹീദിൽ, ഏകദൈവ വിശ്വാസത്തിൽ, കലിമത്തു തൗഹീദിൽ, ലാ ഇലാഹ ഇല്ലല്ലയിൽ ഉറച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പള്ളി, നമുക്കറിയാം മസ്ജിദുകൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഹുർമത്താക്കപ്പെട്ട സ്ഥലമാണ്. നമ്മൾ പ്രത്യേകിച്ച് ജുമാക്ക് നമ്മൾ വന്നിരിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ഇരിക്കുക. നമ്മളെ ഉറക്കം നമ്മുടെ ബാധിക്കുമ്പോൾ നമ്മുടെ ജുമായുടെ സ്വീകാര്യതയാണ് നഷ്ടപ്പെടുന്നത്. ഒരു ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങുന്നത് പോലെയല്ല, ഒരു ജുമാക്ക് ഉറങ്ങുമ്പോൾ ജുമാ ഒരു ഇബാദത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ ആരാധനയിൽ അശ്രദ്ധമാകുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ആരാധനയുടെ സ്വീകാര്യതയിൽ ബാധിക്കുന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ പള്ളിയിലേക്ക് വന്നാൽ നമ്മുടെ സംസാരങ്ങൾ പലപ്പോഴും ആളുകൾ അശ്രദ്ധമായി ആളുകൾ എന്ത് ചെയ്യുന്നു? പള്ളിക്കുള്ളിൽ വെച്ച് ഭൗതികമായ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. അത് നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കേണ്ട കാര്യമാണ്. കാരണം ഈ ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്തിട്ട് മറ്റൊരാൾ അവിടെ നിസ്കരിക്കുന്നുണ്ട്. ആ നിസ്കാരത്തിന് കുഴപ്പമുണ്ടാക്കുകയാണെങ്കിൽ അതുപോലും പാടില്ല എന്നുള്ളതാണ്. ഒരാൾ ഓതുന്നത് മറ്റൊരാൾക്ക് അയാളുടെ ശ്രദ്ധയെ തെറ്റിച്ച് കളയുന്ന, നമ്മൾ ഉച്ചത്തിൽ ഇവിടുന്ന് ഓതുമ്പോൾ അയാളുടെ സുന്നത്ത് നിസ്കാരത്തെ അത് ബാധിക്കണം. അപ്പൊ അതുപോലും ശ്രദ്ധിക്കണം എന്ന് പറയുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? പള്ളിയിൽ നിശബ്ദത പാലിക്കുക. വളരെ അനിവാര്യമായ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. കാരണം നമസ്കാരം, മസ്ജിദ് എന്ന് പറയുന്നത് അത് സുജൂദുകൾക്കും ദിക്റുകൾക്കും ദുആകൾക്കും നമസ്കാരങ്ങൾക്കുമുള്ള ഇടമാണ്. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ജുമാക്ക് നമ്മൾ കയറി വരുമ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ആ സമയത്ത് പലരും ബാങ്ക് കഴിയുന്നത് വരെ കാത്തു നിൽക്കുന്നത് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ജുമാക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. ജുമായിലേക്ക്, ആ ദിക്റിലേക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ കയറിയ ഉടനെ നമുക്ക് എന്ത് ചെയ്യാം? തഹിയ്യത്ത് നമസ്കരിക്കാം. അത് ബാങ്ക് കൊടുക്കുന്ന സമയത്താണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ തഹിയ്യത്ത് 2 റക്അത്ത് നമസ്കരിച്ച് നേരെ നമ്മൾ ഖുതുബയുടെ ആ ദിക്റിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങൾ അറിയാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മദ്രസ അധ്യാപകർക്കുള്ള ഒരു ക്ഷേമ പദ്ധതി, ടീച്ചേഴ്സ് കെയർ എന്ന പേരിലുള്ള ഒരു ഫണ്ട് സമാഹരണം നമ്മൾ എല്ലാ വർഷവും എടുക്കാറുണ്ട്. ടീച്ചേഴ്സ് കെയർ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് രൂപകൽപ്പന ചെയ്ത ഒരു ചാരിറ്റി വർക്കാണ്. മദ്രസ രംഗത്ത് വർക്ക് ചെയ്യുന്ന അധ്യാപകർക്ക്, അവർക്ക് വീടില്ലാത്തവർ, ചികിത്സ ആവശ്യങ്ങളുള്ളവർ, അവരുടെ മക്കളുടെ പഠനങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യാറുണ്ട്. അതിൽ നമുക്ക് ഓഗസ്റ്റ് 7-നാണ് നമ്മൾ അതിൻ്റെ ഒരു ഫണ്ട് സമാഹരണ ദിനമായി വെച്ചിരിക്കുന്നത്. ഇന്നല്ല, അടുത്ത വെള്ളിയാഴ്ചയാണ്. അപ്പൊ നമ്മൾ അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകമായി നമ്മുടെ ഒരു വിഹിതം കൊണ്ടുവന്ന് ഏൽപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ടീച്ചേഴ്സ് കെയറിലൂടെ 14 വീടുകൾ പണി പൂർത്തിയായി കഴിഞ്ഞു. അധ്യാപകരായ ടീച്ചർമാരായ ആളുകൾക്ക് 14 വീടുകളിൽ താമസം ആരംഭിച്ചു കഴിഞ്ഞു. 26 വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ ഈ ഒരു പദ്ധതിയിലൂടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾ, ചികിത്സ, പെൻഷൻ തുടങ്ങിയ ഇനങ്ങളിലെല്ലാം ധാരാളം പേരെ സഹായിച്ചു വരുന്ന വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ്. അതിൽ നമ്മൾ അടുത്ത വെള്ളിയാഴ്ച കാര്യമായി ആ ഒരു ഇനത്തിലേക്ക് നമ്മൾ സംഭാവനകൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചിലവഴിക്കുന്നതിലും ബാക്കിയാക്കുന്നതിലും ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗികളായി രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ, അള്ളാഹു ഇനി അവർക്ക് ശിഫ പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ, അള്ളാഹു ഇനി അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന
മുസ്ലിം ഉമ്മത്ത് അള്ളാഹു ഇനി അവർക്ക് നിർഭയത്വം, സമാധാനം, രക്ഷ നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم إنا نسألك الجنة. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.